ജാനകി കരയുമ്പോൾ അഭി പറയും, അമ്മയ്ക്കത് വേണ്ടെങ്കിൽ നമുക്കത് വേണ്ടെന്ന് വെക്കാമെന്ന് പറയും. ജാനകി ചോദിക്കും, ഇത്രയും കഷ്ടപ്പാട് സഹിച്ച നിരഞ്ജനെ അമ്മ ഓർത്തില്ലല്ലോ, അവളോട് ഞാൻ എന്ത് പറയും? അഭി പറയും, അമ്മ നിന്നെ ഓർത്തിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. കേസ് തുടങ്ങിയ വിധി വരാൻ കുറേ സമയമെടുക്കും. അതിൻ്റെ ഇടയ്ക്ക് കടുത്ത ശത്രുത കൊണ്ട് ഒരു മനസ്സമാധാനമായിട്ടുള്ള ജീവിതം നമുക്ക് ആർക്കും ഉണ്ടാവില്ല. തമ്പിയുടെ ഉപദ്രവം കൂടിക്കൊണ്ടിരിക്കും. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ് തമ്പിയെന്ന് അമ്മയ്ക്കറിയാം. നിന്റെ മുത്തശ്ശനെ തമ്പി കൊന്ന് കെട്ടിത്തൂക്കിയാണെന്ന് അമ്മയ്ക്കറിയാം. ഈ കേസ് തുടങ്ങിയപ്പോൾ തന്നെ നിന്റെ നേരെ വധശ്രമം ഉണ്ടായി. ഇനി അത് എൻ്റെ നേരെയാവും. നമുക്കൊരു പിഞ്ചു കുഞ്ഞുണ്ട്. അതൊക്കെ ആവും അമ്മയുടെ മനസ്സിൽ. ഈ മൊഴിയിലൂടെ എല്ലാം അവസാനിപ്പിച്ചതിൻ്റെ ഒരു ആശ്വാസമാണ് ഞാൻ അമ്മയിൽ കണ്ടത്. ജാനകി വയ്ക്കും, അഭിയേട്ടനോട് അമ്മ എന്തെങ്കിലും പറഞ്ഞോ നോക്കും. അഭി അറിയും, കോർട്ടിൽ നിന്ന് അമ്മേനെ കൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ടാണ് വന്നത്. ഞാൻ അമ്മയോടൊന്നും ചോദിച്ചില്ല, അമ്മയൊന്നും പറഞ്ഞതുമില്ല. ജാനകി അറിയും, പക്ഷേ എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ജാനകി അമ്മയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അഭി പറയും, അവരൊന്ന് റിലാക്സ് ആവട്ടെ, നീ ഇപ്പം അങ്ങോട്ട് പോയല്ലേ, അമ്മ നിൻ്റെ അടുത്തേക്ക് തന്നെ വരും. ജാനകി പറയും, അതുവരെ കാത്തിരിക്കാനുള്ള മനസ്സെനിക്കില്ല. എനിക്കറിയണം അമ്മ എന്തിനാ എന്നെ ചതിച്ചതെന്ന്. എന്നെ കൊന്നു കളയാൻ ശ്രമിച്ചവനോട് എന്തിനാ ദയ കാട്ടിയതെന്ന് എനിക്കറിയണം. അയാളെ ജയിലിലടയ്ക്കാൻ ഞാൻ കാത്തിരുന്നത് രാധാമണി വാരസ്യാരുടെ മകളാണ് ഞാനെന്ന് എല്ലാവരോടും വിളിച്ചു പറയാനാ. എന്നെ അങ്ങനെ പറയാൻ കഴിയാത്ത അവസ്ഥയിലെത്തിച്ചത് എന്തിനാണെന്ന് എനിക്കറിയണം. ജാനകി പോയിട്ട് രാധാമണിയോട് ചോദിക്കും, എന്തിനാ അമ്മ എന്നെ നാണം കെടുത്തിയതെന്ന്. അമ്മ പറയും, നീ എന്നോട് ക്ഷമിക്കുമോളെ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ കേസും വഴക്കൊന്നും വേണ്ടെന്ന്. ജാനകി പറയും, ഞാൻ അനുഭവിച്ച നാണക്കേട് ഞാൻ സഹിച്ചോളാം. പക്ഷെ നിരഞ്ജന എന്ത് പിഴച്ചു? അവൾ രാവും പകലും ഇല്ലാതെ ഇതിനു വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു. അവളെ അമ്മ വിഡ്ഢിയാക്കി വിട്ടു. ഞാൻ അമ്മയുടെ മകളാണെന്ന് വിളിച്ചു പറയാനുള്ള അവസരം പോലും അമ്മ അടച്ചു കളഞ്ഞു. ഞാൻ എന്നും അനാഥ തന്നെ, ചൂണ്ടിക്കാണിക്കാൻ അച്ഛനും അമ്മയില്ലാത്ത അനാഥ ജന്മം. രാധാമണി പറയും, മോളെന്നെ പെറ്റമ്മന്ന് പരിചയപ്പെടുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, മോളെന്നും ജീവനോടെ ഉണ്ടായാൽ മതി. ഇനി ദുരന്തങ്ങളൊന്നും കാണാനുള്ള മനസ്സ് അമ്മയ്ക്കില്ല മോളെ. അയാൾ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ദുഷ്ടനാണ്. 25 വർഷം മുമ്പ് സംഭവിച്ചൊരു കാര്യത്തിൻ്റെ പേരിൽ ഒരാപത്തും ഇനി വന്നുകൂടാ. അങ്ങനെ സംഭവിച്ചാൽ നീ എൻ്റെ അടുത്തെത്തിയത് ഞാനൊരു മഹാപാപി ആയതുകൊണ്ടാണെന്ന് എനിക്ക് വിശ്വസിക്കേണ്ടി വരും. അയാൾ ജയിച്ചോട്ടെ. അയാളെ തോൽപ്പിച്ചിട്ട് നഷ്ടങ്ങളല്ലാതെ എനിക്കൊന്നും ഉണ്ടാവില്ല. നീയും ഒരു അമ്മയാണ്. നിൻ്റെ മകളുടെ ദേഹത്ത് ഒരു പോറൽ വീണ നീ സഹിക്കോ? ഞാനും അതേ ചെയ്തുള്ളൂ. ഉണ്ണിത്ത നിരഞ്ജനോട് പറയും, ഇതിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മകളുടെ അച്ഛനെ ജയിലിലേക്ക് അയക്കാൻ ആ അമ്മ ആഗ്രഹിക്കുന്നില്ലെന്നല്ലേ? തമ്പിയെ അച്ഛനായിട്ട് അംഗീകരിക്കാൻ ജാനകിയുടെ മനസ്സനുവദിക്കുന്നില്ല. പക്ഷേ രാധാമണിയുടെ മനസ്സങ്ങനെയല്ല. നിരഞ്ജന പറയും, ഞാൻ ഈ കേസിൻ്റെ പിന്നാലെ ഊണും ഉറക്കവും ഇല്ലാതെ ഓടുമായിരുന്നു. അവർ മകളെ ചതിച്ചിരിക്കുന്നത്. എന്തിനാ അവർ കോടതി വരെ വന്നത്? അവർക്ക് പറയാനുള്ളത് വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞാൽ പോരായിരുന്നോ? ഉണ്ണിത്താൻ പറയും, ഞാൻ പറഞ്ഞില്ലേ മോളെ, തമ്പിയെ രാധാമണി വരച്ചേരെ രക്ഷിച്ചതാണെന്ന്. അവരെ ചോദ്യം ചെയ്യാൻ മകൾക്ക് പോലും കഴിയില്ല. നിരഞ്ജന പറയും, അവർ തമ്പിയെ പേടിച്ചിട്ടാവും. ഉണ്ണിത്താൻ പറയും, അളകാപുരിയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നമ്മളിതോടെ അവസാനിപ്പിക്കണം. ഇനി അജയുമായിട്ടുള്ള ഡിവോഴ്സ് നോക്കണം എന്ന് പറയും. നിരഞ്ജനയെ വീട്ടിലേക്ക് പറഞ്ഞയക്കും. പോയി കഴിഞ്ഞിട്ട് ഉണ്ണിത്താൻ പറയും, തമ്പിയുടെ ജയം സഹിക്കാൻ കഴിയില്ലെങ്കിലും നിരഞ്ജനയ്ക്ക് ഇപ്പോൾ അളകാപുരിയോട് ഒരകൽച്ച വന്നിട്ടുണ്ട്. അമല് വീട്ടിൽ വന്നിട്ട് അഭിയോട് ചോദിക്കും, അമ്മ മൊഴി മാറ്റി പറഞ്ഞത് എന്തിനാണെന്ന് പറഞ്ഞോ എന്ന് ചോദിക്കും. അഭി പറയും, എന്നോടൊന്നും പറഞ്ഞില്ല, ഇനി അമ്മയോട് ആരും അതിനെപ്പറ്റി ചോദിക്കേണ്ടെന്ന് പറയും. അമ്മയ്ക്ക് ശരിയെന്ന് തോന്നിയ കാര്യം അമ്മ ചെയ്തു. അമല് ചോദിക്കും, ഈ കേസിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട നിരഞ്ജനടുത്തിയോട് പറയാൻ അമ്മയുടെ ശരികൾ നിരത്തിയാൽ മതിയോ? ജാനകി എടുത്തിയ തമ്പി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അമ്മ മറന്നുപോയോ? അമ്മയ്ക്ക് എന്തോ സാരമായിട്ടുള്ള പ്രശ്നമുണ്ട്. സംസാരിക്കാൻ കഴിയെങ്കിലും അമ്മയ്ക്കൊന്നും ഓർമ്മയില്ല. അഭി പറയും, നീ പറയുന്നത് ശരിയായിരിക്കും. ഓർമ്മകൾ അവർക്ക് വീണ്ടെടുക്കാൻ കഴിയുന്നില്ലായിരിക്കും. ആ സമയത്ത് അങ്ങോട്ട് വരികയാണ് അപർണ. അവിടെ വന്നിട്ട് ജാനകിയെ പരിഹസിക്കുകയാണ് അപർണ. ഇനി തമ്പിയുടെ വക ഒരു മാനനഷ്ട കേസ് വരാൻ പോകുന്നുണ്ടെന്ന് അപർണ പറയും. എന്നിട്ടും അപർണ നിർത്തുന്നില്ല. അപർണ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അമല് പറയും, നീ അധികം കിടന്ന് തിളയ്ക്കണ്ട. CI നടരാജനെ ബ്ലോക്ക് ചെയ്തിട്ടല്ലേ നിങ്ങൾ ജയിച്ചത്? അപർണ വയ്ക്കും, എന്നിട്ട് ഇര വന്നിട്ട് നേരിട്ട് കൊടുത്ത മൊഴി എന്താ? എന്നെ ആരും പീഡിപ്പിച്ചിട്ടില്ലെന്നല്ലേ? കെട്ടിച്ചമച്ച കള്ളക്കേസിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് രാധാമണി വാരസ്യാർക്കറിയാം. അപർണ ഓരോന്ന് പറയുന്നത് കേട്ടിട്ട് അമലിന് ദേഷ്യം വരും. അമല് പറയും, ഏടത്തി വാ തുറന്ന് എന്തെങ്കിലും പറയുന്നുണ്ടോ? ജാനകി അറിയും, കോടതിയിൽ അത് പറയേണ്ട ആളല്ലേ ഒന്നും മിണ്ടാതെ നിന്നത്. ഞാൻ കൊതിക്കുന്നതൊന്നും അവർക്ക് വേണ്ടായിരിക്കും. പിന്നെ ഞാനെന്തിനു വിളിച്ച് പറയണം? എൻ്റെ തീരുമാനം തന്നെയായിരുന്നു ശരി. ജാനകി ആരുമില്ലാത്തവളാ. അതും പറഞ്ഞ് ജാനകി മുകളിലോട്ട് കയറി പോവാണ്. എല്ലാവരും പോയി കഴിഞ്ഞിട്ടും അമലിനോട് അപർണ ജാനകിയെ അപമാനിക്കുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അവൾക്കൊരമ്മയുണ്ടോ? ഒരച്ഛനുണ്ടോ? ഇനി അവളുടെ മുഖത്ത് നോക്കി തന്നെ വിളിക്കാം അനാഥ എന്ന്. ഇത് കേട്ടിട്ട് ദേഷ്യം വന്ന് അമല് പറയും, ഇനി ഞാൻ ഇവിടെ നിന്നാ നിന്നെ ഞാൻ കഴുത്തി ഞെരിച്ച് കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അമല് അകത്തേക്ക് പോവാണ്. ഇതൊക്കെ അപ്പുറത്തുനിന്ന് രാധാമണി കേൾക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ അവരെ വല്ലാതെ അലട്ടിക്കളയും. അപർണ അടുക്കളയിൽ രാധാമണിയുടെ അടുത്തെത്തി അവരെ പരിഹസിക്കുകയാണ്. ബാക്കി കാശ് കിട്ടാനാണ് അവിടെ നിന്നത്, അത് ബാഗ് എടുക്കാൻ മറന്നുപോയോ എന്നൊക്കെ അപർണ ഇങ്ങനെ ചോദിക്കും. നിങ്ങൾക്ക് കുറച്ച് തിരിച്ചറിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് ജീവനിൽ ഭയന്നിട്ടാണെന്നും എനിക്കറിയാം.